സോ ഗുഡ് ഈവനിങ്. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് പാർട്ട് 7ലേക്ക് പോവാണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ജെഫെറ്റിനെ പറ്റി, ജെഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അതിന്റെ ആംപ്ലിഫിക്കേഷൻ, പാക്ക് ഫാക്ടർ, പാരാമീറ്റേഴ്സ് ഒക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ പാർട്ട് 7ലേക്ക് പോകുന്നത്. പാർട്ട് 7 നമ്മൾ പഠിക്കുന്നത് മോസ്ഫെറ്റിനെ കുറിച്ചാണ്. എന്താണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്? സോ അതിനകത്തുനിന്ന് കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്? മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഫെറ്റിന്റെ അഡ്വാൻസ്ഡ് ഫോമിനെയാണ് നമുക്ക് മോസ്ഫെറ്റ് എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, മോസ്ഫെറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അഡ്വാൻസ്ഡ് ഫോം ഓഫ് ജെഫെറ്റ് എന്ന് പറയാൻ പറ്റും. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അഡ്വാൻസ്ഡ് ഫോം ഓഫ് ജെഫെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഈ ജെഫെറ്റില് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ജെഫെറ്റില് ദ കണ്ടക്ഷൻ ചാനൽ ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ എന്തായിരിക്കും റിവേഴ്സ് വോൾട്ടേജ് അറ്റ് ഗേറ്റ് അല്ലെ. സോ ഇൻ ജെഫെറ്റ് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ദ കണ്ടക്ഷൻ ചാനൽ, ദ കണ്ടക്ഷൻ ഇൻ ജെഫെറ്റ്. ഈ പോയിന്റ്സ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒന്നുകൂടെ പറയാം. ജെഫെറ്റില് ദ കണ്ടക്ഷൻ ചാനൽ അല്ലെ, ദ കണ്ടക്ഷൻ ചാനൽ വിഡ്ത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വിഡ്ത്ത് ക്യാൻ ബി കൺട്രോൾഡ്, വിഡ്ത്ത് ക്യാൻ ബി കൺട്രോൾഡ് കൺട്രോൾഡ് ബൈ അതായിരിക്കും ബൈ ദ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ഗേറ്റ് അല്ലെ. ദ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ഗേറ്റ്, വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ഗേറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും VGS നമുക്ക് പറയാൻ പറ്റും അല്ലെ, റിവേഴ്സ് വോൾട്ടേജ് VGS. ഇങ്ങനെയാണല്ലോ നമ്മൾ ജെഫെറ്റിൽ കൺട്രോൾ ചെയ്യുന്നത്. അതുകണക്ക് തന്നെ ഇപ്പൊ നമുക്ക് മോസ്ഫെറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണ്ടക്ഷൻ ചാനലിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും, ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ മോസ്ഫെറ്റിൽ തന്നെ അഡ്വാൻസ്ഡ് ഫോം ഓഫ് ജെഫെറ്റ് ആണ്. ഇപ്പൊ ഈ മോസ്ഫെറ്റിൽ രണ്ട് മോഡുണ്ട്. എന്തായിരിക്കും പറയാ, ഇൻക്രീസിംഗ് മോഡ് ആൻഡ് ഇതായിരിക്കും വരിക ഡിക്രീസിംഗ് മോഡ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ മോസ്ഫെറ്റ് ഇൻക്രീസിംഗ് ഓഫ് ആൻഡ് ഡിക്രീസിംഗ് ഓഫ് കണ്ടക്ഷൻ ചാനൽ ഈസ് പോസിബിൾ അല്ലെ. ഇൻ മോസ്ഫെറ്റ് ഓർത്ത് വയ്ക്കുക, ഇൻക്രീസിംഗ് and decreasing of conduction channel is possible, and decreasing of conduction channel is possible. അപ്പോൾ ഇൻക്രീസിംഗ് ഓഫ് കണ്ടക്ഷൻ ചാനൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നത്തിങ് ബട്ട് ഈ മോസ്ഫെറ്റ് അഥവാ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇതിനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മോസ്ഫെറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഒന്നാമത്തേതായിരിക്കും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് അല്ലെ, എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ്, എൻഹാൻസ്മെന്റ് ടൈപ്പ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ മോസ്ഫെറ്റ് എന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എൻഹാൻസ്മെന്റ് മീൻസ് ഹിയർ ദ കണ്ടക്ഷൻ ചാനൽ, നമ്മൾ പറഞ്ഞു ദ കണ്ടക്ഷൻ ചാനൽ ക്യാൻ ബി എന്തായിരിക്കും ഇൻക്രീസ് അല്ലെ. therefore ഹിയർ ഇൻ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് കണ്ടക്ഷൻ ചാനൽ ക്യാൻ ബി ഇൻക്രീസ് അല്ലെ. കണ്ടക്ഷൻ ചാനൽ ഈസ് ഇൻക്രീസ്, ചാനലിന്റെ വിഡ്ത്ത് ആണ് കേട്ടോ, കണ്ടക്ഷൻ ചാനൽ വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. രണ്ടാമത്തെ മോസ്ഫെറ്റ് എന്തായിരിക്കും വരിക? എന്തായിരിക്കും? ഡിപ്ലീഷൻ മോസ്ഫെറ്റ് അല്ലെ, അല്ലെങ്കിൽ ഡി മോസ്ഫെറ്റ് എന്ന് പറയാൻ പറ്റും. ഡിപ്ലീഷൻ മോസ്ഫെറ്റ്, ഡിപ്ലീഷൻ ടൈപ്പ് ഓർ ഡി മോസ്ഫെറ്റ്. ഈ ഡി മോസ്ഫെറ്റിൽ എന്തായിരിക്കും സംഭവിക്കുക? കണ്ടക്ഷൻ ചാനലിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസ് കണ്ടക്ഷൻ ചാനൽ ഈസ് ഡിക്രീസ് അല്ലെ, ഇറ്റ് ഈസ് ഡിക്രീസ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ജെഫെറ്റിൽ നമ്മൾ പഠിച്ചു ജെഫെറ്റിന്റെ അഡ്വാൻസ്ഡ് ഫോമാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. മോസ്ഫെറ്റിൽ എന്താ ചെയ്തിട്ടുണ്ട്? ഈ കണ്ടക്ഷൻ ചാനൽ നമുക്കറിയാമല്ലോ, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് കറണ്ട് എത്തിച്ചേരണം അല്ലെ. അപ്പം സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ജെഫെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻസ് വരുന്ന സമയം എന്തായിരിക്കും? ആ ചാനൽ വിട്ട് കുറയുകയും അല്ലെ, പിന്നെ ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോസ്ഫെറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് കണ്ടക്ഷൻ ചാനലിന്റെ ഇൻക്രീസ് ചെയ്യാനും പറ്റും, കണ്ടക്ഷൻ ചാനൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പം അത് ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ജെഫെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മോസ്ഫെറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഓഫ് കണ്ടക്ഷൻ ഈസ് പോസിബിൾ. മോസ്ഫെറ്റ് രണ്ട് തരം, എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ഓർ ഈ മോസ്ഫെറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഓർ ഡി മോസ്ഫെറ്റ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3 ടെർമിനൽ ഉണ്ട്, സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഇതൊരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും കാര്യം? കണ്ടക്ഷൻ നടക്കുന്നത് എൻ ചാനൽ അല്ലെ, എൻ ടൈപ്പ് മെറ്റീരിയലും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചാനൽ ഇപ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. പി എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ആണ്. ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇത് ഇവിടുത്തെ ഗേറ്റിന്റെ പ്രത്യേകത പറയുന്നത് ഇറ്റ്സ് ഇൻസുലേറ്റഡ് ഗേറ്റ് ആണ്. ഹിയർ ദ ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഗേറ്റ്. ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസുലേറ്റഡ് ഗേറ്റ് ആണ്. ഇൻസുലേറ്റഡ് ഗേറ്റ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ ഇൻസുലേഷൻ എന്തായിരിക്കും പറയുക? തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഇതാണ് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഇറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ അല്ലെ. അത് നമുക്ക് പഠിക്കാൻ കാര്യം. അപ്പം നമുക്ക് ഈ എന്തായിരിക്കും? സിലിക്കൺ ഡയോക്സൈഡ് ഈ ഗേറ്റ് ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ബൈ യൂസിങ് എ മെറ്റീരിയൽ ഓഫ്
ലെയർ ഓഫ് സിങ്ക് ഡയോക്സൈഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഈ സിങ്ക് ഡയോക്സൈഡ് ഒരു ഇൻസുലേറ്റർ അവിടെ അവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ ഗേറ്റ്. പക്ഷേ JFET എന്തായിരിക്കും റിവേഴ്സ് ബയാസ്ഡ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഗേറ്റ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി മോസ്ഫെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡി മോസ്ഫെറ്റിനകത്ത് ആൾറെഡി ദർ ഇസ് ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ദർ ഇസ് എ കണ്ടക്ഷൻ ചാനൽ ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഇതൊരു എൻ ടൈപ്പ് ആണെങ്കിൽ തന്നെ പി ടൈപ്പ് ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു കണ്ടക്ഷൻ ചാനൽ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ ഡി ടൈപ്പിൽ അപ്പൊ ഡി ടൈപ്പ് മോസ്ഫെറ്റ് അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ബോത്ത് എൻഹാൻസ്മെന്റ് ആൻഡ് ഡിപ്ലീഷൻ മോഡ്. അപ്പൊ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഡി ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ബോത്ത് എൻഹാൻസ്മെന്റ് ആൻഡ് ഡിപ്ലീഷൻ മോഡ് അല്ലെ, ബിക്കോസ് ദർ ഇസ് എ കണ്ടക്ഷൻ ചാനൽ അവൈലബിൾ. ഡിപ്ലീഷൻ മോഡ് ബിക്കോസ് കാര്യം എന്തായിരിക്കും ദർ ഇസ് എ കണ്ടക്ഷൻ ചാനൽ അവൈലബിൾ അല്ലെ. പക്ഷേ നമ്മൾ നോക്കിയേ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഈ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് നോ കണ്ടക്ഷൻ ചാനൽ ഇനിഷ്യലി അവൈലബിൾ. ഓർത്ത് വയ്ക്കുക എൻഹാൻസ്മെന്റ് ടൈമിനകത്ത് നോ കണ്ടക്ഷൻ ചാനൽ അവൈലബിൾ ഇനിഷ്യലി. കണ്ടക്ഷൻ ചാനൽ അവൈലബിൾ ഇനിഷ്യലി. ചാനൽ ഈസ് ഇൻഡ്യൂസ് ആണ് ചെയ്യുന്നത്, അവൈലബിൾ ഇനിഷ്യലി. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയം എന്ത് ചെയ്യും കണ്ടക്ഷൻ ചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യും ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് കണ്ടക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡി ടൈപ്പ് മോസ്ഫെറ്റ് ഇറ്റ് ക്യാൻ ബി വർക്ക്ഡ് ഓൺ ഇതായിരിക്കും ബോത്ത് എൻഹാൻസ്മെന്റ് ആൻഡ് ഡിപ്ലീഷൻ മോഡ് ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ദ കണ്ടക്ഷൻ ചാനൽ അല്ലേ. ഇവിടെ എൻ ടൈപ്പ് കണ്ടക്ഷൻ ചാനൽ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് നോ കണ്ടക്ഷൻ ചാനൽ. അതുകൊണ്ട് അതിന്റെ എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും എൻഹാൻസ്മെന്റ് ടൈപ്പ് ഹാവിംഗ് ദർ ഇസ് നോ കണ്ടക്ഷൻ ചാനൽ ആൻഡ് ദ ചാനൽ ഈസ് ക്രിയേറ്റഡ് എന്തായിരിക്കും ഇൻഡ്യൂസ് ചാനൽസ് ആർ ക്രിയേറ്റഡ് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും അതെങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഡി ടൈപ്പ് മോസ്ഫെറ്റിന് നമ്മൾ പറഞ്ഞു ഡി ടൈപ്പ് മോസ്ഫെറ്റ് ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ബോത്ത് ഡിപ്ലീഷൻ മോഡ് ആൻഡ് എൻഹാൻസ്മെന്റ് മോഡ്. അപ്പൊ നമ്മൾ ഡിപ്ലീഷൻ മോഡിലെ വർക്ക് ചെയ്ത് നോക്കി നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സോഴ്സ് ഒരു ചാനൽ മോസ്ഫെറ്റ് ആണ്. സോഴ്സ് ടു ഡ്രെയിൻ ഉണ്ട്, 3 ടെർമിനൽ ഇത് ഗേറ്റ് ആണ്. ഞാൻ ഗേറ്റിൽ ആദ്യമേ ഞാൻ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണ്. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആവും. ഇവിടെ ഒരു കപ്പാസിറ്റർ ആക്ഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന എന്തായിരിക്കും ഇൻസുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആൾറെഡി കണ്ടക്ടിങ് ആണ്, എൻ ടൈപ്പ് കണ്ടക്ട് ആണ്. എന്തായിരിക്കും ഇതും ഈ ഗേറ്റിന്റെ ടെർമിനലും കണ്ടക്ട് ചെയ്യണം. അപ്പൊ എന്തായാലും ഇവിടെ കപ്പാസിറ്റൻസ് ആക്ഷൻ സംഭവിക്കുകയും ഇവിടെ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആവുകയും ചെയ്യും അല്ലെ. അപ്പൊ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയാൻ പറ്റും എന്തായിരിക്കും ഡിപ്ലീഷൻ as the positive charges are induced നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് as negative voltage that depletes the electrons അല്ലെ. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നെഗറ്റീവ് വോൾട്ടേജ് ടു ഗേറ്റ് എന്തായിരിക്കും ഡിപ്ലീറ്റ്സ് ദ ഇലക്ട്രോൺസ് ആൻഡ് എന്തായിരിക്കും കണ്ടക്ഷൻ റെഡ്യൂസസ് കണ്ടക്ഷൻ റെഡ്യൂസ് ആകുമ്പോഴത്തേക്ക് എന്താ ഇറ്റ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ അല്ലെ. ഡിപ്ലീഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഡിപ്ലീഷൻ മോഡ്. ഈ സെയിം തന്നെ നമ്മൾ ഈ സെയിം ഫിഗർ തന്നെ നമ്മൾ എടുത്ത ശേഷം നോക്കിയും നമ്മൾ ഇത് പി എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ്, ഇത് നമ്മളുടെ ഗേറ്റ്. ഓക്കെ, ഇത് സിലിക്കൺ ഡയോക്സൈഡ് നമ്മളെ ഗേറ്റ് ടെർമിനൽ ആണെങ്കിൽ, ഇത് നമ്മളുടെ സോഴ്സ് ആണ്, ഇത് നമ്മളുടെ ഡ്രെയിൻ ആണെങ്കിൽ, ഇവിടെ ഞാനിവിടെ കൊടുക്കുന്നത് ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എന്തായിരിക്കും നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് കേസ് നമ്മൾ കൊടുത്ത വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക ഈ ഗേറ്റ് ടെർമിനലിന്റെ ഇവിടെ എന്തായിരിക്കും ഇവിടെ പോസിറ്റീവ്, നമുക്ക് ഇവിടെ പോസിറ്റീവ് കിട്ടും. ഇവിടെ എന്തായിരിക്കും കപ്പാസിറ്റർ വി ആർ ഗെറ്റിംഗ് ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജസ്. ഇത് എൻ ചാനൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഹിയർ വി ആർ ഗെറ്റിംഗ് നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് ചാർജസ് ആർ ഇൻക്രീസ്ഡ്. ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും ഇറ്റ് സപ്പോർട്ട്സ് ദ എൻ ചാനൽ കമ്പോണന്റ്. therefore we can say that conduction also increases. Therefore അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്തായിരിക്കും കണ്ടക്ഷൻ ആൾസോ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ബോത്ത് എൻഹാൻസ്മെന്റ് ആസ് വെൽ ആസ് എന്തായിരിക്കും ഡിപ്ലീഷൻ മോഡ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഡി ടൈപ്പ് മോസ്ഫെറ്റ് എങ്ങനെ ആയിരിക്കും ഡ്യൂ ടു നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ചിട്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഇതായിരിക്കും പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആവും. അത് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻഹാൻസ്മെന്റ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക ഡിപ്ലീഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം ഡി മോസ്ഫെറ്റിന്റെ ഇംപെഡൻസ് പറഞ്ഞാൽ ഇംപെഡൻസ് ഓഫ് ഡി മോസ്ഫെറ്റ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഇംപെഡൻസ് പറഞ്ഞാൽ 10,000 മെഗാ ഓം ടു 10 lakh മെഗാ ഓം. അതായിരിക്കും ഇതിന്റെ ഒരു ഇംപെഡൻസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി മച്ച് ഹയർ ദാൻ JFET, വെരി മച്ച് ഹയർ ദാൻ JFET. ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്
എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ മോസ്ഫെറ്റ് ആണ്. ഈ മോസ്ഫെറ്റ് അഥവാ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ്. ഈ മോസ്ഫെറ്റ് അഥവാ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ്. ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ദർ ഇസ് നോ കണ്ടക്ഷൻ ചാനൽ അല്ലേ. ഇപ്പൊ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒരു കണ്ടക്ഷൻ ചാനൽ ഇവിടെ ഇല്ല. ഇവിടെ എങ്ങനെ ഈ കണ്ടക്ഷൻ ചാനൽ ഇൻഡ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. VGS = 0 ആകുമ്പോഴത്തേക്ക് ദർ ഇസ് നോ കണ്ടക്ഷൻ ചാനൽ. ഇവിടെ എന്തായിരിക്കും, ഒരു വോൾട്ടേജ് ഞാൻ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു പോസിറ്റീവ് ഗേറ്റ് സോഴ്സിന് വിത്ത് റെസ്പെക്ട് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക, ഇവിടെ പോസിറ്റീവ് അല്ലേ. ഇവിടെ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആകും. കണ്ടോ, നമ്മൾ മുന്നേ പറഞ്ഞ കപ്പാസിറ്റർ ആക്ഷൻ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആവുകയും ഫലമായിട്ട് എന്തുണ്ട്, ഇവിടെ ചാനൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സോ ദ ചാനൽസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ, എവിടെ ആയിരിക്കും, ചാനൽസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് എന്തായിരിക്കും വരിക. അപ്പം എൻ ചാനൽ മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഓർത്ത് വയ്ക്കുക, എൻ ചാനൽ മോസ്ഫെറ്റ് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വോൾട്ടേജ് കൊടുക്കണം, പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. എങ്കിലല്ലേ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ നമുക്ക് ഇൻഡ്യൂസ് ആവത്തുള്ളൂ. therefore നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, വി ഹാവ് ടു ഗിവ് ദ പോസിറ്റീവ് വോൾട്ടേജ് അല്ലെ. പി ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിലോ, പി ചാനൽ ആണെങ്കിലോ എന്തായിരിക്കും വരിക, വി ഹാവ് ടു ഗിവ് ദ നെഗറ്റീവ് വോൾട്ടേജ്. എന്തായിരിക്കും, പി ചാനൽ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പോസിറ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ആവുകയും കണ്ടക്ഷന് സഹായിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എന്തായിരിക്കും, ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ട്. എന്തായിരിക്കും ത്രെഷോൾഡ് വോൾട്ടേജ് പറഞ്ഞാൽ, ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മിനിമം വോൾട്ടേജ് ടു ടേൺ ഓൺ ഈ മോസ്ഫെറ്റ്. മിനിമം വോൾട്ടേജ്, ഇറ്റ് ഈസ് എ മിനിമം വോൾട്ടേജ് ടു ടേൺ ഓൺ ഈ മോസ്ഫെറ്റ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മിനിമം വോൾട്ടേജ് ടു ടേൺ ഓൺ ദ ഈ മോസ്ഫെറ്റ്. ഇഫ് ത്രെഷോൾഡ് വോൾട്ടേജ്, ഇഫ് VGS ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മോസ്ഫെറ്റ് ഓൺ ആയിരിക്കും അല്ലെ, മോസ്ഫെറ്റ് ഓൺ. ഇഫ് VGS ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ എന്തായിരിക്കും, നോ കണ്ടക്ഷൻ അല്ലെ. ആ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് പോയിന്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഇതാണ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് എ നോൺ സൈനുസോയിഡൽ വേവ് ഫോം അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് മൾട്ടി വൈബ്രേറ്റർ. അപ്പം ഒരു നോൺ സൈനുസോയിഡൽ വേവ് ഫോം തരുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിന് നമുക്ക് എന്ത് പറയുന്നുണ്ട്, മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നുണ്ട്. അതെന്തായിരിക്കും, ദാറ്റ് മേ ബി നോൺ സൈനുസോയിഡൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ് ഇസ് എ സ്ക്വയർ വേവ് ആവാം, ഏതോ റെക്ടാങ്കുലർ ആവാം, അല്ലെങ്കിൽ ട്രയാങ്കുലർ സോ ടൂത്ത് ഓർ റാമ്പ് വേവ്. ഇതൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്ന സർക്യൂട്ട്, നമുക്ക് ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ട് നമുക്ക് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് 2 സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഇത് മൾട്ടി വൈബ്രേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 2 സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് 2 സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, ഇറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്, it is another second stage. First stage and second stage. It is Q1. നമ്മൾ Q1 എന്ന് വിളിക്കുന്നുണ്ട്, ഇത് നമ്മൾ Q2 എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തായിരിക്കും വരിക, ഇതായിരിക്കും ഇതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഇപ്പൊ 2 ആംപ്ലിഫിക്കേഷൻ പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 സ്റ്റേജ് ഓഫ് ആംപ്ലിഫയർ ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിഗർ നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത്, Q1 ഇത് Q2, 2 സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഹാസ് 2 സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ 2 സ്റ്റേജ് RC coupled amplifier that operates in 2 modes. They are basically termed as states of the multi vibrator. നമ്മൾ എന്താണ് ഇതിന്റെ കുറെ കൂടെ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, the switch circuit which depends on the positive feedback are the point important on in multi vibrator. The switch circuit depends on എന്തായിരിക്കും, പോസിറ്റീവ് ഫീഡ്ബാക്ക്. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വിച്ച് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പുറത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് 2 ആംപ്ലിഫയർ നമുക്ക് കാണാൻ പറ്റും അല്ലെ, 2 ആംപ്ലിഫയർ ഉണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും
output of the one amplifier is fed to the input of the other amplifier അല്ലെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് Q1 ഔട്ട്പുട്ട് എടുത്ത് Q2 കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പം നമുക്ക് പറയാൻ പറ്റും ഔട്ട്പുട്ട് ഓഫ് ദ വൺ ആംപ്ലിഫയർ is fed to the input of the other. അപ്പോൾ the circuit operates in two stages. അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും ഓൺ ഓപ്പറേഷൻ ആവാം അല്ലെങ്കിൽ എന്തായിരിക്കും വരിക ഓൺ ഓഫ് ഓപ്പറേഷൻ ആവാം അല്ലെ therefore it is either on operation or എന്തായിരിക്കും it is off operation അല്ലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്വിച്ച് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക പിന്നെ എന്തായിരിക്കും അത് രണ്ട് ആംപ്ലിഫയർ ഉണ്ട് ഈ രണ്ട് ആംപ്ലിഫയർ Q1 ഉം Q2 രണ്ട് ആംപ്ലിഫയർ ആണ് അപ്പോൾ ഈ Q1 ഉം Q2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അവിടെ വേണം അല്ലെ അപ്പോൾ എന്തായിരിക്കും Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് Q2 ആൾസോ പ്രൊഡ്യൂസസ് എന്തായിരിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് therefore we will get 2 into 180 that is equal to total 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് അവിടെ കിട്ടും അങ്ങനെ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ എന്തായിരിക്കും കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ അത് ആ ഡീറ്റെയിൽസ് നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് അവിടുത്തെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഫേസ് ഷിഫ്റ്റ് എത്ര ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പം സ്വിച്ചിങ് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നും ഓർത്ത് വയ്ക്കുക അപ്പോൾ രണ്ട് സ്റ്റേജസ് ഉണ്ട് ഇറ്റ് ഹാസ് ടു സ്റ്റേജസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഓഫ് സ്റ്റേറ്റ് ദാറ്റ് മീൻസ് ഏതർ ഓൺ ഓർ ഓഫ് അപ്പം അപ്പൊ ഈ ഫീഡ്ബാക്ക് എനർജി ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പം സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇൻപുട്ട് കൊടുക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഫീഡ്ബാക്ക് എനർജി ഡിറ്റർമിൻ ചെയ്യും വെദർ ദിസ് ട്രാൻസിസ്റ്റർ Q1 ഷുഡ് ഗോ ഓൺ സാച്ചുറേഷനിൽ പോകണോ അല്ലെങ്കിൽ എന്തായിരിക്കും ഷുഡ് ഗോ ഓൺ കട്ട് ഓഫിലേക്ക് പോകണോ നമുക്ക് തീരുമാനിക്കുന്നതായിരിക്കും നമ്മളെ ഫീഡ്ബാക്ക് എനർജി ആയിരിക്കും തീരുമാനിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേജസ് ഉണ്ട് ഈ Q1 ഉം Q2 ഉണ്ട് ഏതർ ഇറ്റ് വിൽ ബി ഇൻ ദ സാച്ചുറേഷൻ ഫോം Q1 ഇൻ ദ സാച്ചുറേഷൻ മീൻസ് ഓൺ കണ്ടീഷൻ Q2 എന്ന് പറയുമ്പോഴത്തേക്ക് കട്ട് ഓഫ് അല്ലെങ്കിൽ എന്തായിരിക്കും ഓഫ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും ആഫ്റ്റർ എ സർട്ടൺ ടൈം എന്തായിരിക്കും ഓപ്പറേഷൻ വിൽ ഗെറ്റ് ആക്ഷൻ ഈസ് റിവേഴ്സ് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നോക്കിയേ നമുക്ക് രണ്ട് സ്റ്റേജ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പറയുകയാണ് Q1 ഉണ്ട് Q2 രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ Q1 ഓൺ ആവാം അല്ലെങ്കിൽ എന്താ Q1 ഓൺ ആകുമ്പോൾ Q2 ഓഫ് ആയിരിക്കും പിന്നെ എന്തായിരിക്കും Q2 ഓൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും Q1 ഓഫ് ആയിരിക്കും അപ്പൊ ഇതായിരിക്കും രണ്ട് സ്റ്റേജസ് എന്ന് പറയുന്നത് അല്ലെ ഇറ്റ് ഓപ്പറേറ്റ്സ് ലൈക്ക് എ സ്വിച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പോ ദാറ്റ് മീൻസ് Q1 മീൻസ് നോക്കി Q1 ഓൺ മീൻസ് Q1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ Q1 ഓൺ മീൻസ് എന്തായിരിക്കും ഇറ്റ് ഈസ് സാച്ചുറേഷൻ അല്ലെ സാച്ചുറേഷൻ ടു എന്തായിരിക്കും കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റും Q1 കേസ് ആണെങ്കിൽ അല്ലെ സാച്ചുറേഷൻ ടു കട്ട് ഓഫ് അപ്പൊ Q2 ആണെങ്കിലോ Q2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും കട്ട് ഓഫ് ടു സാച്ചുറേഷൻ അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു ഓപ്പറേഷൻസ് നടക്കുന്നത് അപ്പോൾ ദ ഔട്ട്പുട്ട് ക്യാൻ ബി ഫ്രം Q1 ആൻഡ് Q2 അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക ഇറ്റ് ഈസ് ഏതർ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ പൾസ് ആയിരിക്കും കിട്ടുന്നത് നോക്കിയേ ഫസ്റ്റ് കേസിൽ ഞാൻ പറയുകയാണ് Q2 ഓഫ് ആവുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ Q1 ഓഫ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക അവിടുത്തെ കറണ്ട് എന്തായിരിക്കും വരിക റിവേഴ്സ് ലീക്കേജ് കട്ട് ഓഫ് റീജിയൻ അല്ലെ Q1 കട്ട് ഓഫ് റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അപ്പൊ അവിടുത്തെ കറണ്ട് എന്തായിരിക്കും വരിക ഇതായിരിക്കും കട്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ ആ സമയത്തുള്ള ലീക്കേജ് കറണ്ട് ICU എന്ന് പറയുന്നത് അപ്പം ICU കഴിഞ്ഞ് പിന്നെ എന്തായിരിക്കും ഈ ഒരു ഇന്റർവെൽ എന്തായിരിക്കും സംഭവിക്കുക BC എന്ന് പറയുന്ന ഇന്റർവെൽ എന്തായിരിക്കും Q1 സാച്ചുറേഷനിലായിരിക്കും അല്ലെ സാച്ചുറേഷൻ അപ്പം അല്ലെങ്കിൽ Q1 ഓൺ ആണെന്ന് പറയാൻ പറ്റും Q1 ഈസ് ഓൺ പിന്നെ എന്തായിരിക്കും വരിക അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും Q1 ഓൺ ആയി പിന്നെ എന്തായിരിക്കും വരിക പിന്നെ എന്തായിരിക്കും Q2 ഓഫ് ആയി അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ക്വയർ പൾസ് നമുക്ക് അവിടെ എന്ത് കിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ നമുക്കറിയാം ഇപ്പോ ഓർത്താൽ മതി ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എന്തായിരിക്കും വരിക ഫസ്റ്റ് സ്റ്റേറ്റിൽ Q1 ഓൺ ആയിരിക്കും Q2 ഓഫ് ആയിരിക്കും സെക്കൻഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും Q2 ഓഫ് ആയിരിക്കും Q1 ഓൺ ആയിരിക്കും ദ ടൈം അറ്റ് വിച്ച് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സർക്യൂട്ട് കോൺസ്റ്റന്റ് അപ്പൊ ഓർത്ത് വയ്ക്കുക ദ ടൈം അറ്റ് വിച്ച് സ്വിച്ചിങ് ഒക്കേഴ്സ് അല്ലെ ദ ടൈം അറ്റ് വിച്ച് the state changes depends on circuit constant എന്ന് പറയുന്നത് RC കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് RC കോൺസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇനി നമുക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എന്തായിരിക്കും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മൾട്ടി വൈബ്രേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മൾട്ടി വൈബ്രേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്നായിരിക്കും അസ്റ്റേബിൾ ഓർ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ പിന്നെ എന്തായിരിക്കും വരിക മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഓർ വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ അടുത്തത് ബൈസ്റ്റേബിൾ
or flip-flop multivibrator. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ എന്തായിരിക്കും ഈ നെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും എന്തായിരിക്കും ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓപ്ഷൻ അപ്സ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ എന്തായിരിക്കും വരിക? മൾട്ടി വൈബ്രേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഇതായിരിക്കും അസ്റ്റേബിൾ ഓർ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ ഓർ വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ ഓർ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടി വൈബ്രേറ്റർ. മൾട്ടി വൈബ്രേറ്റർ രണ്ട് സ്റ്റേറ്റ് ആണ് ഇതായിരിക്കും വരിക. Q1 Q2 ഉണ്ട്. ഒന്ന് ഓൺ സ്റ്റേറ്റ്, ഓഫ് സ്റ്റേറ്റ് അല്ലെ. പിന്നെ activity works like a switch. That means the transition from saturation to Q1 ആണെങ്കിൽ saturation to cut off, Q2 ആണെങ്കിൽ എന്തായിരിക്കും വരിക? കട്ട് ഓഫ് ടു സാച്ചുറേഷൻ. അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു വേവ് ഫോം നമുക്ക് കിട്ടുന്നത്. The time at which the transition state അല്ലെ, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർക്യൂട്ട് കോൺസ്റ്റന്റ് RC. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. അസ്റ്റേബിൾ which of the following is a flip flop multi vibrator എന്ന് പറഞ്ഞാൽ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ടതായിട്ട് വരത്തില്ല. കാര്യം എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇതായിരിക്കും ഈ നെയിംസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഡെഫിനിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അല്ലാതെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് വരത്തില്ല. അതൊക്കെ ബിടെക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഇതിന്റെ അനാലിസിസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഈ നെയിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നോക്കി നമുക്ക് അസ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേഷന്റെ നേച്ചർ നമുക്ക് നോക്കാം. അസ്റ്റേബിൾ ഓർ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. Stable unstable or free running multi vibrator. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും രണ്ട് സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, Q1 Q2. എന്തായിരിക്കും നമ്മൾ മുന്നേ പറഞ്ഞ കണക്ക് എന്തായിരിക്കും ഓൺ സ്റ്റേറ്റ് Q1 ഓൺ ആകുമ്പോൾ Q2 ഓഫ് ആയിരിക്കും. Q1 ഓഫ് ആകുമ്പോൾ Q2 എന്തായിരിക്കും? Q2 ഓൺ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും there is no stable state. There is no stable unstable multi vibrator. There is no stable state. No stable state. അടുത്ത പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കുക. ദർ ഇസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നോ സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെ. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, ദിസ് ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് റിലേറ്റഡ് ടു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ദിസ് ഈസ് ലൈക്ക് ആൻ ഓസിലേറ്റർ. This is like an oscillator. This is like an oscillator. And കാര്യം എന്തായിരിക്കും? Because no external trigger pulse is required. No external trigger pulse is required. Trigger pulse required. Only DC source. നമുക്കറിയാം only DC source needed for എന്തായിരിക്കും? biasing. Needed for transistor biasing. Transistor biasing. അടുത്ത പോയിന്റ്, it produces square wave output. It produces square wave output. So unstable multi vibrator ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും? There is no stable state. അതായിരിക്കും this is like an oscillator. കാര്യം എന്തായിരിക്കും? There is no external trigger pulse required. അടുത്തതായിരിക്കും it produces a square wave output. So ഈ ഒരു പോയിന്റ്സ്, മൂന്ന് പോയിന്റ്സും അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഓർത്ത് വയ്ക്കുക. അതിന്റെ പേര് അസ്റ്റേബിൾ അല്ലെങ്കിൽ എന്താ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ. So monostable multi vibrator is also called എന്തായിരിക്കും? one shot multi vibrator അല്ലെ. one shot multi vibrator. ഫസ്റ്റ് പോയിന്റ്, it has two states. രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഒന്നെന്തായിരിക്കും? one stable state. One stable state and the second one is one quasi stable state. Quasi stable അല്ലെങ്കിൽ എന്തായിരിക്കും? ഹാഫ് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ഹാഫ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പം ഞാൻ പറയാണ് one stable state Q2, for example, Q2 is at a stable state and Q1 is at the എന്തായിരിക്കും? ഹാഫ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് എന്തായിരിക്കും? അപ്ലൈ ട്രിഗർ പൾസ് അല്ലെ. അപ്ലൈ ട്രിഗർ പൾസ്
എങ്ങോട്ടായിരിക്കും? ഹാഫ് സ്റ്റേബിൾ സ്റ്റേറ്റ് കിടക്കുന്ന ആരായിരിക്കും? Q1 അല്ലെ? Q1 ആഫ്റ്റർ ദിസ് പീരീഡ്. അപ്പം ട്രിഗർ പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആഫ്റ്റർ ദിസ് പീരീഡ് Q1 സ്റ്റേറ്റ് എന്തായിരിക്കും? കോസ് ഹാഫ് സ്റ്റേബിൾ ആണ് ചെയ്തത് എന്തായിരിക്കും? അത് സ്റ്റേബിളിലേക്ക് പോകും അല്ലെ? ആൻഡ് ആഫ്റ്റർ ദിസ് പീരീഡ് എന്തായിരിക്കും സംഭവിക്കുക? സർക്യൂട്ട് അഗൈൻ ബാക്സ് ടു ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. എന്തായിരിക്കും? Q2 ഓൺ വൺ സ്റ്റേബിൾ കണ്ടീഷൻ ആയിരിക്കും, Q1 എന്തായിരിക്കും? കോസ് സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? we have to give the trigger pulse continuously അല്ലെ? one trigger pulse continuously to get the continuous output നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും give trigger pulse continuously. Third point, give trigger pulse. To give trigger pulse continuously. ആർക്കാണ് കണ്ടിന്യൂസ്ലി? കോസി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആർക്കാണോ അയാൾക്ക് അല്ലെ? Q1 എന്തായിരിക്കും? ടു ഗെറ്റ് ദ സ്ക്വയർ ഔട്ട്പുട്ട്. അത് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും മോണോസ്റ്റേബിൾ പ്രൊഡ്യൂസസ് സിംഗിൾ ഔട്ട്പുട്ട് പൾസ് ഫോർ ഈച്ച് ട്രിഗർ പൾസ് അല്ലെ? നാലാമത്തെ പോയിന്റ്, മോണോസ്റ്റേബിൾ പ്രൊഡ്യൂസസ് സിംഗിൾ ഔട്ട്പുട്ട് പൾസ്. മോണോസ്റ്റേബിൾ പ്രൊഡ്യൂസസ് എന്തായിരിക്കും? സിംഗിൾ ഔട്ട്പുട്ട് പൾസ് ഫോർ ഈച്ച് ട്രിഗർ പൾസ് അല്ലെ? ഔട്ട്പുട്ട് പൾസ് ഫോർ ഈച്ച് ട്രിഗർ പൾസ്. അല്ലെ? therefore അത് നമ്മൾ പറയുന്നത് called one shot multivibrator. This called one shot multivibrator. അപ്പം ഓർത്തിരിക്കേണ്ട രണ്ട് മൂന്നാല് കാര്യങ്ങൾ എന്തായിരിക്കും? മോണോസ്റ്റേബിൾ multivibrator is also called one shot multivibrator. Two state, one stable state and one quasi stable state നമുക്ക് പറയാൻ പറ്റും അല്ലെ? one stable state and one quasi stable state അല്ലെ? സോ രണ്ട് സ്റ്റേറ്റ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. വൺ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് വൺ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടു ഗെറ്റ് ദ അത് ട്രിഗർ പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്റ്റേറ്റിന് ട്രാൻസിഷൻ സംഭവിക്കും അല്ലെ? അപ്പൊ നമ്മൾ അതായത് Q1 കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ Q1 നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Q1 സ്റ്റേറ്റ് മാറും. പിന്നെ എന്തായിരിക്കും? ആഫ്റ്റർ ദിസ് പീരീഡ് സർക്യൂട്ട് അഗൈൻ ബാക്ക് ടു ദ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്രിഗർ പൾസ് വി ഹാവ് ടു ഗിവ് ദ ട്രിഗർ പൾസ് കണ്ടിന്യൂസ്ലി ടു ഗെറ്റ് ദ സ്ക്വയർ വേവ് ഔട്ട്. ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പം therefore monostable produces single output pulse for each trigger pulse. Therefore it is called a one shot multivibrator. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അവിടെ നമ്മൾ ഒരു ട്രിഗർ പൾസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റ് ഓൾറെഡി സ്റ്റേബിൾ ആണ്. പിന്നെ ഇറ്റ് ഇസ് കോൾഡ് വൺ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? ഒരു സ്റ്റേറ്റ് ഉണ്ട്, രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആണ്, മറ്റെന്തായിരിക്കും വരിക? ഹാഫ് സ്റ്റേബിൾ അല്ലെങ്കിൽ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടിവൈബ്രേറ്റർ അല്ലെങ്കിൽ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്സ് അല്ലെ? ഇറ്റ് ഹാസ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ അടുത്തത്? ട്രിഗർ പൾസ് അപ്ലൈഡ് ടു trigger pulse has to apply to two transistors അല്ലെ? pulse to both transistors. Q1 Q2 നമ്മൾ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? Q1 എന്ത് ചെയ്യും? പ്രൊഡ്യൂസസ് ഹാഫ് സൈക്കിൾ അല്ലെ? പ്രൊഡ്യൂസസ് വൺ ഹാഫ് സൈക്കിൾ. ആൻഡ് Q2 എന്തായിരിക്കും വരിക? Q2 പ്രൊഡ്യൂസസ് അനദർ ഹാഫ് സൈക്കിൾ അല്ലെ? ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. സോ വി നീഡ് ടു ട്രിഗർ പൾസസ്. അതുകൊണ്ട് രണ്ട് ട്രിഗർ പൾസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ രണ്ട് ട്രിഗർ പൾസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ രണ്ട് ട്രാൻസിസ്റ്ററിന് ട്രിഗർ പൾസ് ആവശ്യമുണ്ട്. therefore it is called എന്തായിരിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടിവൈബ്രേറ്റർ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അപ്പൊ ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായിരിക്കും? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ ഒരു ട്രിഗർ പൾസും ഇല്ല. മോണോസ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് എന്താ? ഒരു ട്രിഗർ പൾസ് നമ്മൾ കൊടുക്കണം ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിനെ സ്റ്റേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ? ഇവിടെ എന്തായിരിക്കും വരിക? ബൈസ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. അപ്പം രണ്ട് ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗർ പൾസ് അപ്ലൈ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ബന്ധപ്പെട്ട് അതിന്റെ
ടൈം ഫോർ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്തായിരിക്കും? ടോട്ടൽ ടൈം ഫോർ സ്ക്വയർ വേവ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഓഫ് സ്ക്വയർ വേവ് T is equal to 1.4 RC. RC എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ RC സെക്കൻഡ്സ് നമുക്ക് പറയാൻ പറ്റും. T is equal to വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ ഇത് ഓർത്ത് വെക്കുക. എന്തായിരിക്കും? T is equal to 1.4 RC സെക്കൻഡ്സ് ആണ്. അടുത്തായിരിക്കും ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് എന്താ? ഫ്രീക്വൻസി is equal to 1/T അല്ലേ? Therefore frequency is equal to 1/T, that is equal to 1 divided by 1.4 RC നമുക്ക് പറയാൻ പറ്റും. That is equal to 0.7 by RC hertz. സോ ഈ രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തായിരിക്കും? ഫ്രീക്വൻസി ഇക്വേഷനും ടൈം പീരീഡ് ഇക്വേഷൻ. ടൈം പീരീഡ് എന്തായിരിക്കും? 1/1.4 RC ആണ്. ഫ്രീക്വൻസി എന്തായിരിക്കും? 0.7 by RC ഹെർട്സ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലംസ് ആണെങ്കിൽ ഇക്വേഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോബ്ലംസ് ചോദിക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ കോമ്പറ്റീവ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കോമ്പറ്റീവ് പോയിന്റ് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും നമുക്ക് അറിഞ്ഞിട്ട് മിനിമം ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. കാര്യം ഡീറ്റെയിൽ അനാലിസിസോ കാര്യങ്ങളോ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. സോ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. സോ അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിന് അതിനകത്ത് ഒരു 3 to 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇറ്റ്സ് കാൾഡ് ഒപാംപ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം എന്താണ് ഒപാംപ് എന്ന് പറഞ്ഞാൽ? ഒപാംപിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇതിനൊരു ബ്ലോക്ക് ഡയഗ്രം വരച്ച് നമുക്ക് കാണാൻ പറ്റും. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഒപാംപ് അഥവാ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയും. ഒപാംപ് അഥവാ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, differential amplifier. Then next it goes to more stages of gain. More stages of gain. Next is class B push-pull emitter follower. Class B push-pull emitter follower. emitter follower എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദിസ് ഇൻപുട്ട് ആൻഡ് ദിസ് ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് ഒപാംപ് എന്ന് പറഞ്ഞാൽ? ഒപാംപ് ഈസ് എ സർക്യൂട്ട് ദാറ്റ് ക്യാൻ പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക്, അല്ലെ? ഒപാംപിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ സർക്യൂട്ട് ദാറ്റ് ക്യാൻ പെർഫോം. ഒപാംപ് ഈസ് നത്തിങ് ബട്ട് എ സർക്യൂട്ട് ദാറ്റ് ക്യാൻ പെർഫോം ഏതൊക്കെയായിരിക്കും? പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. Mathematical operations like addition, subtraction, integration and differentiation. So ഇതൊക്കെയാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പറയുന്നത്. that can perform addition, subtraction, integration and differentiation. അപ്പോൾ ഒപാംപിന്റെ ഇൻപുട്ട് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് ഒപാംപിന്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് നത്തിങ് ബട്ട് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഫൈനൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഓർത്ത് വെക്കുക. എന്തായിരിക്കും? ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എമിറ്റർ ഫോളോവർ ആണ്. ഇൻപുട്ട് സ്റ്റേജ് നത്തിങ് ബട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെക്കുക. ഇതിൽ ഇൻപുട്ട് സ്റ്റേജ് എന്താ, ഔട്ട്പുട്ട് സ്റ്റേജ് എന്താന്ന് ഓർത്ത് വെക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒപാംപ് ആണ്. സോ നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒപാംപ്. ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഒപാംപ് ഈസ്, നമ്മളിപ്പോ പറഞ്ഞില്ലേ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെ? ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫസ്റ്റ് ഇൻപുട്ട് സ്റ്റേജ്
ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെ. ഇൻപുട്ട് സ്റ്റേജ് ഈസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സെക്കൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ അല്ലെ. ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ. അടുത്തത് മൂന്നാമത്തത് ഇന്റേണൽ സ്റ്റേജസ്. ഇന്റേണൽ സ്റ്റേജസ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ കാര്യം നോക്കിയേ. ഇന്റേണൽ സ്റ്റേജ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ഉണ്ട് അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക? അതിന്റെ മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ. മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ തരുന്ന ആംപ്ലിഫിക്കേഷൻ അല്ലെ നമ്മൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഇന്റേണൽ സ്റ്റേജസ് ഓഫ് ഓപ്പ് ആംപ് ആർ എങ്ങനെയായിരിക്കും? ഇന്റേണൽ സ്റ്റേജസ് ഓഫ് ഓപ്പ് ആംപ് ആർ ഡയറക്ട്ലി കപ്പിൾഡ്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ട്ലി കപ്പിൾഡ്. ഇന്റേണൽ സ്റ്റേജസ് ഓഫ് ഓപ്പ് ആംപ് ആർ ഡയറക്ട്ലി കപ്പിൾഡ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ ആണ്. പിന്നെ ഇന്റേണൽ സ്റ്റേജസ് ഓഫ് ഓപ്പ് ആംപ് ആർ ഡയറക്ട്ലി കപ്പിൾഡ് ആണ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. Then fourth point is op amp is having very high input impedance. Very high input impedance. അടുത്തത് എന്തായിരിക്കും? It is having very low output impedance. Very low output impedance. Then sixth point, very high open loop gain. Very high open loop gain. Next seventh point, op amp always operated in negative feedback. Always operated in negative feedback. So ഈ പോയിന്റ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർത്തു വെക്കുക. ഇതാ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ നോക്കിയേ വെരി ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഐഡിയൽ കേസ് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഫോർ ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി അല്ലെ. therefore z എന്തായിരിക്കും വരിക? ഫോർ ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. എന്താണ്? ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് ഐഡിയൽ ഓപ്പ് ആംപ് ഇൻപുട്ട് ഇംപെഡൻസ് എന്തായിരിക്കും വരിക? ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് ഇൻഫൈനൈറ്റ്. കാര്യം എന്താ? ഇൻപുട്ട് ഇംപെഡൻസ് ഹാവിംഗ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്. ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി നമുക്ക് പറയാം, ഇൻഫൈനൈറ്റ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഔട്ട്പുട്ട് വെരി ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് അല്ലെ. അപ്പൊ ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിലോ, ഫോർ ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്തായിരിക്കും? സീറോ അല്ലെ. ഔട്ട്പുട്ട് ഇംപെഡൻസ് ഈസ് സീറോ. അടുത്ത് നോക്കിയേ വെരി ഹൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ. അപ്പൊ എന്തായിരിക്കും വരിക? ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ദ ഗെയിൻ ഈസ് എന്തായിരിക്കും? ഗെയിൻ ഈസ് ഇൻഫിനിറ്റ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം എന്തായിരിക്കും? അടുത്ത് നോക്കിയ നാലാമത്തെ പോയിന്റ് തൊട്ട് നമ്മൾ പറയാനുള്ളത്, ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റി ആണ്. ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് സീറോ ആണ്. പ്രാക്ടിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക? വെരി ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്, വെരി ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, വെരി ഹൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ ഗെയിൻ ഈസ് ഇൻഫിനിറ്റ് ആണ്. എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൾവേസ് ഓപ്പറേറ്റ് ഓൺ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പ് ആംപ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദ്യങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇത്രയും പോയിന്റ്സ് മിനിമം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. നോക്കി നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്രത്യേകം? എന്തായിരിക്കും? ഈസ് ഹാവിംഗ് ഗെയിൻ സ്റ്റെബിലിറ്റി അല്ലെ. ഗെയിൻ സ്റ്റെബിലിറ്റി ആയിരിക്കും. നമ്മൾ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടോ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഇവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റും എവിടെയാണെങ്കിലും നമ്മുടെ ഓപ്പ് ആംപിലാണെങ്കിൽ. ഓക്കെ, സോ നോക്കുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. താങ്ക് യു.